എന്താ എന്താ അവള് പറഞ്ഞത്? നീ തന്നെയാണ് നാഗറാണി എന്ന് അവള് വാദിക്കുകയായിരുന്നു ശിവാനി. നിന്നെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം അവൾക്ക്. നിന്നെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താന്ന് ചോദിച്ചേ? നീ ആരെയോ അന്വേഷിച്ചുകൊണ്ടാ ഇങ്ങോട്ട് വന്നതെന്ന്. നിന്റെ ഉദ്ദേശമേ വേറെയാണെന്ന്. ഞാനോ? ഞാൻ ആരെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാനാ? അത് അവള് ആളുടെ പേരൊന്നും പറഞ്ഞില്ല. നിനക്കത് ചോദിച്ചുകൂടായിരുന്നു? എന്തുകൊണ്ട് ചോദിച്ചില്ല? അത് അവളെ കണ്ടപ്പോഴേ എനിക്ക് വല്ലാതെ പേടിയായി. അവളുടെ മുഖവും കണ്ണും. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഞാൻ അവിടുന്ന് ഓടി വരികയായിരുന്നു. ശരി, എനിക്ക് അവരെ ഇപ്പൊ തന്നെ കാണണം. എന്നെ കൊണ്ടുപോവോ? എന്താ ഇപ്പോഴോ? അവൾ അവിടെ തന്നെ ഉണ്ടാവില്ലേ? ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അവിടെ നിന്ന് അന്വേഷിച്ചു നോക്കാം. ഇന്ന് എന്ത് സംഭവിച്ചാലും എനിക്ക് അവരെ കണ്ടേ പറ്റൂ. എന്താ ശിവനി, അവള് പറഞ്ഞൊന്നും സത്യം അല്ലല്ലോ, പിന്നെന്താ? ആ, സത്യമല്ല. പക്ഷെ അവരെന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നാ കേൾക്കുന്നവരൊക്കെ എന്നെ പറ്റി എന്താ വിചാരിക്കാന്നറിയില്ല. അതുകൊണ്ട് എനിക്ക് അവരെ കണ്ടേ പറ്റൂ. വാ മായ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോ. വാ. ഏടത്തി എങ്ങോട്ടായി പോകുന്നേ? അത് ഞാൻ വീട്ടുകാരെല്ലാരും ഏടത്തിയെ വെയിറ്റ് ചെയ്തിരിക്കുവോ? അത് മാത്രല്ല, ഏടത്തിയല്ലേ പൂജ ചെയ്യേണ്ടത്. ആണോ? വീണേ, നീ പോയിക്കോ, ഞാൻ വന്നോളാം. വേഗം വരണേ. ശിവാനി, നിനക്ക് എവിടേക്കും പോവാനാവില്ല. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. അല്ല മായ, അത് ഇല്ല. പൂജ കഴിയുന്നത് വരെ നിനക്ക് എങ്ങോട്ടും പോകാനാവില്ല. പൂജ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. നീ റെഡി ആയിട്ടിരുന്നു. അയ്യോ, വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്തിടുക എന്ന് പറഞ്ഞ ഇതാണ്. ഉറങ്ങിക്കിടക്കുന്ന പാമ്പിന് നമ്മൾ അങ്ങോട്ട് പോയി എണീക്കെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് കടിക്കെന്ന് പറയുന്ന പോലെയായി. നീ പറയുന്നത് ശരിയാതുണ്ടോ പണി? നമുക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ആ ഗുരുക്കളെ കൊണ്ടൊക്കെ ഇത് നടക്കൂ? ആരാണ് അയാള്? ആ ത്രയംബക ഗുരു എവിടെ? ആ ത്രയംബക ഗുരുവിനെ കാണാത്തതുകൊണ്ടല്ലേ നമ്മൾ ഈ ഗുരുവിനെ വിളിച്ചു വരുത്തിയത്. ഇയാളെ കൊണ്ട് ഈ കാര്യമല്ലോ നടക്കുവോ? ഏയ്, എനിക്ക് അതിനകത്ത് നല്ല സംശയമുണ്ട്. 23 വർഷം ആ ഗുരുക്കള് നമ്മളെ രക്ഷിച്ചിരുന്നു. ഇയാള് 3 ദിവസം കൊണ്ട് നമ്മുടെ കാര്യത്തിന് തീരുമാനമാക്കുമെന്നാ തോന്നുന്നത്. ദണ്ഡപാണി, നമ്മളെ രക്ഷിക്കുക തന്നെയാണ് അദ്ദേഹവും ചെയ്തത്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൂട്ടി സമയം കളയാൻ നിൽക്കണ്ട. ഇന്ന് നാഗറാണി ആദിശേഷനും വരുവോ? ബാവരെ കൊണ്ടുവരുവോ? തീർച്ചയായും കൊണ്ടുവരും. ഈ പൂജയുടെ സഹായത്തോടെ തന്നെ നമ്മളവരെ ഇല്ലാതാക്കിയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഈ പൂജ എന്തിനാണ് നടത്തുന്നെന്നുള്ളത് എന്റെ വീട്ടിലാർക്കും അറിയില്ല. അതാരും അറിയാനും പാടില്ല. ആയിക്കോട്ടെ, ഞങ്ങൾ ആരും ഒന്നും പറയില്ല. മുതലാളി, ഭൈരവബാവ് വന്നു. ജയ് മഹാകാളി. വന്നാലും ബാബാ, എല്ലാരും അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പൂജയ്ക്ക് വേണ്ടതെല്ലാം തയ്യാറാണ്. എല്ലാം തയ്യാറായി കഴിഞ്ഞു ബാബാ. ദമയന്തി, മായക്ക് എന്നെ പറ്റി എങ്ങനെ മനസ്സിലായി? അവളോട് എന്നെ കുറിച്ച് പറഞ്ഞത് ആരാണ്? എന്നെ കുറിച്ച് നാഗലോകത്തുള്ളവർക്കല്ലാതെ മറ്റാർക്കും ഒന്നും അറിയില്ല. അപ്പോ നാഗലോകത്തുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിലും അവർക്ക് എന്നോട് എന്ത് ദേഷ്യം ഉണ്ടാവാനാ? ഒരു ഭാഗത്ത് ഇവള്, മറ്റേ ഭാഗത്ത് ആ ഹോമം. ഇതിന്റെയൊക്കെ നടുക്ക് കിടന്ന് എന്റെ പ്രാണൻ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. വരുന്ന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട 100 വയസ്സ് വരെ ആയുസുണ്ടാവും. ഇപ്പൊ എന്റെ മുന്നിലുള്ള അപകടം ഈ ഹോമമാണ്. ഇതിൽ നിന്നും എങ്ങനെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്ക് അധികം ആയുസില്ല. എങ്ങനെങ്കിലും ഇവിടുന്ന് പോയേ പറ്റൂ. ശിവാനി, എവിടേക്ക് പോകുന്ന? അത് ഞാൻ ഹോമത്തിനല്ലേ? വാട്ട് എ കോയിൻസിഡൻസ് ശിവാനി. ഞാനും അങ്ങോട്ടേക്ക് തന്നെ പോകുന്നത്. കണ്ടില്ലേ നമ്മുടെ രണ്ടുപേരുടെയും ടൈമിംഗ് എത്ര നന്നായിട്ട് മാച്ച് ആവുന്നേന്ന്.
നമ്മുടെ ലൈഫ് നന്നായിട്ട് തന്നെ മാച്ച് ആവുന്നുണ്ട്. അപ്പൊ പിന്നെ ടൈമിങ്ങിന്റെ കാര്യം പറയണോ അല്ലേ? മെയ്ഡ് ഫോർ ഈച്ച് അതർ ജോഡിയാ. 100 years ഗ്യാരണ്ടി. കുറച്ച് എനിക്കിരുന്നോട്ടെ. ഞാനിവിടെ എന്റെ അസ്തിത്വം സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്ക. ഇവൻ ഇതെല്ലാം ഒരു തമാശ. ഓ മാഡം എന്താണൊന്നും സംസാരിക്കാതെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? എന്തായിരിക്കും കാരണം? ഓഹോ, മൗന സമ്മതത്തിന്റെ ലക്ഷണമാണെന്നാണോ? മനസ്സിലായി. വാ ശിവാനി, പോവാം. നമുക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. തൃശൂൽ, നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ശിവാനി, ചിത്രകാരന്റെ ബ്രഷ് കൊണ്ട് വരച്ചാലേ അത് ചിത്രമാവും. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോയാൽ ഒരു വിലയുള്ളൂ. വാ പോവാം. കൈ പിടിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. വാ ശിവാനി. വാ ശിവാനി. നീയും എന്റെ പോലെ തന്നെയാണല്ലേ? കണ്ടറിഞ്ഞൂടെ ഭയങ്കര നാണക്കാരിയാണെന്ന്. ഞാൻ തന്നെ കൊണ്ടുപോവാന്നേ. വാ. തൃശൂൽ, അത് ദിഗ്വിജയ, എന്താടാ ഇത്? ഈ പൂജ കഴിഞ്ഞാല് ഇച്ഛാധാരി നാഗങ്ങളെ നമുക്ക് കിട്ടുവോ? തീർച്ചയായും കിട്ടും. ആ ഇച്ഛാധാരി നാഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് പോലും വരില്ല. അവരെത്തി. ശിവാനിയും തൃശ്ശൂലും വരുന്നുണ്ട്. ബാബ, തൃശൂലും ശിവാനിയും വന്നു. ജയ് മഹാകാളി. ഹോമം നല്ലതിനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂജയ്ക്ക് വേണ്ടി ഇരുന്നുള്ളൂ. എന്റെ നാശത്തിനുള്ള പൂജ ഞാൻ തന്നെ ചെയ്യാണല്ലോ. മഹാദേവ, ഞാനിപ്പോ എന്താ ചെയ്യാ? എന്തിനാണ് എന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്? ഇന്ന് നിന്റെയും ആദിശേഷന്റെയും അവസാന ദിവസമാണ്. നിന്റെ അന്ത്യത്തിനുള്ള പൂജ നീ തന്നെ ചെയ്യുകയാണല്ലോ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എല്ലാം കണ്ട് ആസ്വദിക്കും. ഞാൻ അങ്ങോട്ട് വന്ന എനിക്കും എന്തെങ്കിലും സംഭവിക്കും. നിഗ്രഹം ച മഹാത്മനാം സായംകാലേ പടേ നിത്യം പ്രാതഃകാലേ. വീട്ടുകാരെല്ലാം ഹോമകുണ്ടത്തിനെ നമസ്കരിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പ്രാർത്ഥിച്ചുകൊള്ളൂ. തൃശൂൽ ശിവാനി, മനസ്സിലുള്ളതെല്ലാം പ്രാർത്ഥിച്ച് അഗ്നിദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മന്ത്രപുഷ്പം സമർപ്പിച്ചോളൂ. ഈ പൂജ എന്തിനാണെന്ന് എനിക്കറിയില്ല. വീട്ടുകാർക്കെല്ലാവർക്കും നന്മയുണ്ടായാൽ മതി. മഹാദേവ, ഈ പൂജ കൊണ്ട് എന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. വീട്ടുകാരെല്ലാവരും കൈകൂപ്പി കണ്ണുമടച്ചു ഭക്തിയോടെ അഗ്നികുണ്ഡത്തെ നമസ്കരിച്ചോളൂ. ദിഗ്വിജയ, ചേട്ടാ, പൂജ നടക്കുന്നുണ്ട്. ആ പൂജയിൽ അവന്റെ മകനും മരുമകളും പങ്കെടുക്കുന്നുണ്ടല്ലോ. അതെ, എനിക്കും അത് തന്നെയാണ് ആശ്ചര്യമാകുന്നത്. നമ്മളെക്കാൾ അവരല്ലേ വലിയ ശത്രുക്കൾ. എന്നിട്ടും അവരുടെ നാശത്തിനായി അവർ തന്നെ പൂജ ചെയ്യുന്നു. അയാളുടെ മകനും മരുമകളും എന്തിനാ പൂജ ചെയ്യുന്നത്? ആ വീടിന് നമ്മൾ മാത്രമല്ല ശത്രുക്കൾ, സർപ്പങ്ങളും ശത്രുക്കളാണ്. അതുകൊണ്ടുള്ള കഷ്ടപ്പാടും അവർക്കുണ്ട്. അതിനും വേണ്ടിയാണ് ഈ പൂജ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവരുടെ മകനും മരുമകളും നശിച്ചു പോയാൽ ആ പേടി
ആ നാഗറാണിക്കും ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടായിരിക്കണം. എന്നാലും അവൾ എങ്ങനെയാണ് ഈ പൂജയ്ക്കിരിക്കുന്നത് മനസ്സിലാവുന്നേയില്ല. ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാൻ സമയമില്ല. ആദ്യം നമ്മളുടെ അസ്തിത്വം നമ്മൾ സംരക്ഷിച്ചേ മതിയാവൂ. ബാക്കിയെല്ലാം പിന്നീട്. അപ്പൊ ഇനി എന്ത് ചെയ്യും? എങ്ങനെ ഈ പൂജയിൽ നിന്ന് രക്ഷപ്പെടും? കാത്തിരുന്ന് കാണാം. മറ്റൊരു വഴിയുമില്ല. എന്താണിത് ചേട്ടാ? ഇത് ശക്തിയുടെ കവചം. നമ്മൾ ഇവിടെ നിൽക്കുന്നത് അവർക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഇവിടെ നിൽക്കണോ? അതുകൊണ്ട് നമ്മൾ പ്രശ്നത്തിലാവില്ലേ? ഒളിച്ചിരുന്നിട്ട് പ്രയോജനമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അവരുടെ ചലനങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടുള്ള ചുവടുകൾ വയ്ക്കണം. അതിനിവിടെ നിന്നേ മതിയാവും. ജയ് മഹാകാളി. ഈ ഹോമം കാരണം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്റെ ഉദ്ദേശവും ലക്ഷ്യവും ഒന്നും നടക്കാൻ പോകുന്നില്ല. ആദിശേഷനുമായി ഒന്നു ചേരാനും ആവില്ല. നാഗമാണിക്യം കണ്ടെത്താനും കഴിയില്ല. എന്തു ചെയ്യും? ശിവാനി, എന്തു പറ്റി മോളെ? നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കള്ളം. ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കെ. നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. സത്യമായിട്ട് ഒന്നുമില്ല അമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും ശിവാനി. ജയ് മഹാകാളി. ബാബാ, ഇതെന്താ വീട്ടുകാരെല്ലാവരും? അധികം ആലോചിക്കണ്ട. എല്ലാവരെയും ഞാൻ സ്തബ്ധരാക്കിയിരിക്കുകയാണ്. ഈ യാഗം മൂലം നിന്റെ ശത്രുക്കൾ ചാകുന്നതുവരെ വീട്ടുകാരും കാണരുത്. ഹോമകുണ്ടത്തിൽ എന്തോ കാണുന്നുണ്ടല്ലോ. ഇത് ശത്രു സംഹാരത്തിനായി തയ്യാറാകുന്ന അസ്ത്രം. യാഗത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ശക്തിയാണിത്. നിങ്ങളുടെ ശത്രുക്കൾ എവിടെയാണെങ്കിലും തിരഞ്ഞു പിടിച്ച് എന്റെ മുൻപിൽ കൊണ്ടുവരും. ബാബ, ഇച്ഛാധാരി നാഗങ്ങൾക്ക് നാശം സംഭവിക്കൂ? ഉറപ്പായും സംഭവിക്കും. ബാബാ, എന്റെ ഒരു ചെറിയ റിക്വസ്റ്റ്. ആ ആദിശേഷനെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്നാലേ നാഗറാണി വന്നാലേ ഒരു 5 മിനിറ്റ് എന്റെ കൂടെ വിടുവോ? എനിക്ക് കണ്ണ് നിറച്ചൊന്ന് കാണാനാ. ആദിശേഷനും ആ നാഗറാണിക്കും ശ്വാസമെടുക്കാനുള്ള ഒരു അവസരം പോലും ഞാൻ കൊടുക്കില്ല. നേരെ ഈ യാഗത്തിലേക്ക് വന്ന് നാശമായി പോകും. 23 വർഷത്തെ പ്രതികാരം ഇന്ന് അവസാനിക്കും. ജയ് മഹാകാളി. പോകൂ. ഇവരെ പിന്തുടർന്ന് ആ ഗരുഡന്മാരെയെല്ലാം
സംഹരിച്ചിട്ട് വാ. ചേട്ടാ, യാഗത്തിൽ നിന്നും ഒരു ശക്തി പുറത്തേക്ക് വന്നിരിക്കുന്നു. അത് നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. അതൊരു സംഹാരാസ്ത്രമാണ്. ആ അസ്ത്രത്തിന്റെ ശക്തിയിൽ നമ്മൾ കുടുങ്ങിയാൽ നമ്മുടെ സർവനാശം ഉറപ്പാ. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവും. ബാബാ, എന്താ സംഭവിക്കുന്നത്? ആ അസ്ത്രം ശത്രുക്കളെ കൊണ്ടുവരുമോ? പിന്തുടരുന്നുണ്ട് ദിഗ്വിജയ. നിന്റെ ശത്രുക്കളെ ഉറപ്പായും കൊണ്ടുവരും. അതോർത്ത് വിഷമിക്കണ്ട. ആദ്യം ഗരുഡന്മാരുടെ നാശം, അതിനുശേഷം ആദിശേഷന്റെയും അവന്റെ പ്രിയതമയുടെയും. വിടരുത്. ഒരു കാരണവശാലും ആ ഗരുഡന്മാർ ജീവിച്ചിരിക്കാൻ പാടില്ല. ചെയ്യ്, അവരുടെ മേൽ ശക്തി പ്രയോഗിക്ക്. ജീവൻ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹമാണോ? നിങ്ങൾ എവിടെ പോയി ഒളിച്ചിരുന്നാലും എന്റെ ശക്തി നിങ്ങളെ വെറുതെ വിടില്ല. പോകൂ, മുന്നോട്ട് പോകൂ. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്റെ മന്ത്രശക്തി കാരണം വീട്ടുകാരെല്ലാം പഴയപടിയാകും. എവിടെയൊന്നും സംഭവിക്കാത്തതുപോലെ നിൽക്കണം. ആർക്കും ഒരു സംശയവും തോന്നാൻ പാടില്ല. ആവട്ടെ ബാബാ. ബാബാ, ഗരുഡപക്ഷികളുടെ കാര്യം? എന്റെ ശക്തി അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കും. അതുവരേക്കും കാത്തിരിക്കണം. ശരി ബാബാ, ഉറപ്പായിട്ടും കാത്തിരിക്കും. ജയ് മഹാകാളി. ഇല്ല, ഇത്രയും നേരം ഇവിടെ വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. മനസ്സിന് വല്ലാതെ ആകുലത തോന്നുകയാണ്. ശിവാനി, എന്തു പറ്റി? ഒന്നുമില്ല. ഈ ഹോമം ഒന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഓക്കെ അല്ലേ? ഈ ഹോമം പൂർത്തിയായി കഴിഞ്ഞാൽ ഇല്ലാതാവുന്നത് പ്രശ്നങ്ങളല്ല, എന്റെ പ്രാണനാണ്.